ഗായ്സ്, നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് പോകുന്നത് ഒരു കല്യാണം ഉണ്ട്. അതിന് വേണ്ടി കേട്ടോ നമ്മൾ ഇന്ന് നമ്മുടെ പേടകത്തിലാണ് പോകുന്നത്. നമ്മളെ കൊണ്ടുവിട്ടിട്ട് അപ്പൻ്റെ വഴിക്ക് പോയി, കാരണം അപ്പന് ഓട്ടം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിന് വരേണ്ടി വന്നു. സാരമില്ല, അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് ഞങ്ങൾ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ പുളിമലയിൽ ഇങ്ങനൊരു സംഭവം ഞാൻ ഇപ്പോഴാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് എൻ്റെ അകത്തിരിക്കാനായിട്ട്. ചെന്നോട്ട് എൻ്റെ 95 ദിവസം അകത്താക്കി. ഞാൻ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്തുനിന്ന് പുറകിൽ നിന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം കോളടിച്ചാൽ മതി. ഏത് അപ്പോൾ ഇതാണ് ചെറുക്കനും വേണം. നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരുടെ കസിൻസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ നേരം. അതൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ ഞാൻ മറന്നു പോയത്. ഫുഡ് കഴിക്കാൻ ഞാനിപ്പോൾ അവിടെ എടുക്കത്തെ തിരക്ക്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വെയിറ്റ് ചെയ്തു. ലാസ്റ്റത്തെ പന്തിയായാലും നമ്മൾ കയറിയിരുന്ന ഉടനെ കറികൾ കുറേ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ കറികൾ മൊത്തം ആയിരുന്നു. ചോറ് വന്നപ്പം കറികളില്ല. പിന്നെ രണ്ടാമത് കറികൾ മേടിച്ചു. പിന്നെ പായസവും പഴവും പപ്പടവും കൂടെ കുടിച്ചിട്ട് മനുഷ്യനെ എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റത്തെ പന്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ടാണ് അവിടെ നിന്ന് പൊങ്ങുന്നത്. പൊങ്ങി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നടക്കാൻ പറ്റുന്നില്ല. ബെൽറ്റൊക്കെ ഇങ്ങനെ മുറുകിയിട്ട് പാൻ്റൊക്കെ പൊട്ടുന്ന രീതിയിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എണീറ്റു. വീട്ടിൽ ചെന്ന് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളായിരുന്നു. കാരണം പായസമൊക്കെ തലക്കി പിടിച്ചിട്ട് ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് എണീറ്റിട്ട് പോകുന്നത് എവിടേക്കാണ്? പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. പള്ളിപ്പെരുന്നാൾ പോയി. ഇത് കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമല്ലേ. ഈശോയുടെ ജീവചരിത്രം ഇങ്ങനെ ഉണ്ടായപ്പോൾ തൊട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നല്ല രസം. അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി അമ്മയുടെ മുഖം, ഞങ്ങൾ ചെല്ലുന്നത് പള്ളിപ്പെരുന്നാളിന് കൊടി ഇറങ്ങുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കണ്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ലായിരുന്നില്ല. അതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് കണ്ടുവന്നു. പിന്നെ പിന്നെയും ഞാൻ അതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ കുറേ നേരം ചെണ്ടമേളം കഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല ചൂട് ബജിയും മുട്ട ബജിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഐസ്ക്രീം കുത്തിക്കിട്ട് വീട്ടിൽ പോയിട്ട്